ഓക്കെ, അപ്പൊ നമുക്ക് റെസ്യൂം ചെയ്യാം. നമുക്കൊരു സി സെക്ഷൻ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു ചാനൽ സെക്ഷൻ സെൻട്രോയിഡ് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക. സെൻട്രോയിഡ് സിമെട്രി ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം. നോക്കി തന്നെ പറയാൻ പറ്റും. എന്നാലും നമുക്ക് മാനുവലി ഒന്ന് ചെയ്തു നോക്കാം. അല്ലെ, ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് ഷേപ്പിന്റെ എങ്ങനെയാ 100 into 20 into 50 plus 100 into plus 160 into 20 into second 160 into 20 into 80 plus 10 90 plus 100 into 20 into 50. ഫോർത്ത് ഷേപ്പ് എന്ന് പറയുമ്പോൾ 100 into 20 into 50 plus 20 plus 100. ഫിഫ്ത്ത് ഷേപ്പ് എന്ന് പറയുമ്പോൾ 160 into 20 into 10 plus 20 plus 100. സിക്സ്ത് ഷേപ്പ് എന്ന് പറയുമ്പോൾ 100 into 20 into 50 plus 20 plus 100 divided by total area. ഇത് എന്റെ എക്സ് ബാർ. സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി എക്സാമിന് വന്നാൽ അത് ശ്രദ്ധയോടെ ചെയ്യാം. ഡബിൾ ടൈം ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം സെൻട്രോയിഡ് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് വെച്ചാണ് നിങ്ങൾ ബാക്കി ഫുൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാർക്കിന്റെ വെയിറ്റേജ് നല്ലപോലെ പോകും. ഞാൻ ഈ എടുത്തിരിക്കുന്ന 1 2 3 4 5 6 ഓർഡറിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 2 to 4:30. എന്തോ മിസ്റ്റേക്ക് ഉണ്ടാ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമല്ല, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. മൈനസ് ചെയ്യാൻ ഉണ്ടാവും. $110 തന്നെ കിട്ടും. എക്സാക്ട്ലി 110 കിട്ടും.
ഇതിന് മുകളിലൊരു ഷേപ്പ് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കില്ല. ഇത് തന്നെ വേസ്റ്റ് കേസ്. നിങ്ങളെല്ലാവരും ഉത്ഭവം വരുന്നുണ്ടോ? ഉത്ഭവം എക്സാക്ട്ലി സിമിട്രി ഉള്ളത് കൊണ്ട് നമുക്ക് 110,100 തന്നെ നമ്മുടെ സെൻട്രോയിഡ് വരും. അപ്പൊ ഞാൻ ആ റെഡ് കളറിൽ സെൻട്രോയിഡ് ആക്സസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരച്ചിട്ടുണ്ട്. ഇനി ആ ആക്സസിനെ ബേസ് ചെയ്തിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് കണ്ടുപിടിക്കും. IXXും IYY പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ഈ ക്വസ്റ്റൻ ആണോ പറയുന്നത്? 78.720 നോക്കാം. ഞാൻ രണ്ട് രീതിയിലും IXX രണ്ട് രീതിയിൽ ഞാൻ എഴുതാം. അതായത് ഇൻഡിവിജ്വൽ ഷേപ്പ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, മൈനസ് ചെയ്യുന്ന പരിപാടിയിൽ ഉള്ളത്, രണ്ടും കൂടി ഞാൻ ഇവിടെ ക്വസ്റ്റൻ ആയിട്ട് എഴുതാം. രണ്ട് രീതി ചെയ്യുന്നവർക്ക് നോക്കാം. ഹോളോസ് എല്ലാം മൈനസ് ചെയ്യണം റെക്ടാംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഷേപ്പ് നോക്കാം. ഫസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് 100 into IXX1 100 into 20 cube divided by 12 plus 100 into 20 into നമ്മുടെ എത്രയായിരുന്നു 100 and ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 100, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 110 ആണ്. അപ്പോൾ 100 minus 10 90, 100 minus 10 the whole square. IXX1 IXX2 എന്ന് പറയുമ്പോൾ 20 into 160 cube divided by 12 plus 20 into 160 into 80 plus 20 minus 100 the whole square. 160 by 2 80, 80 plus 20 100, 100 minus 100 0. IXX3 എന്ന് പറയുന്നത് 100 into 20 cube divided by 12 plus 100 into 20 into 10 plus 160 plus 20 minus 100
3 whole square. ixx3 ixx4 എന്ന് പറയുന്നത് ixx3 ആയിട്ട് സെയിം ആയിരിക്കും. അവിടെ ഇക്വേഷൻ ഒന്നും മാറുന്നില്ല, സിമെട്രി ഉണ്ട്. ixx5 എന്ന് പറയുന്നത് ixx2 ആയിട്ട് സെയിം ആയിരിക്കും. ixx6 എന്ന് പറയുന്നത് ixx1 ആയിട്ട് സെയിം ആയിരിക്കും. അപ്പൊ ഇത് 3 സം ചെയ്തിട്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഫൈനൽ ixx ixx under ixx equal to bd cube by 12 plus ay square. ഇക്വേഷൻ നേരത്തെ കാണിച്ചതെന്ന് മനസ്സിലായില്ലേ? ആ ഷേപ്പ് ആദ്യം ആലോചിക്കുക. അതായത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് എനിക്കുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് റെക്ടാങ്കുലർ ഷേപ്പിന്റെ സെൻട്രോഡൽ ആക്സിസ് ഇവിടെയാണ്. ഇത് ixx ആക്സിസ്, ഇത് yy ആക്സിസ്. ixx എന്ന് പറയുന്നത് എനിക്ക് bd ക്യൂബ് ബൈ 12 എന്ന് പറയാം. ഓക്കെ, എനിക്ക് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഞാൻ ixx1 എന്ന് വിളിക്കുകയാണ്. ixx1 is equal to bd cube by 12 plus area into vertical distance, which is y. ixx1 ഉം ixx3 ഉം ഈക്വൽ അല്ല. y ബാർ ഡിസ്റ്റൻസ് മാറും, y ഡിസ്റ്റൻസ് മാറും. കാരണം ലാസ്റ്റ് y സ്ക്വയർ ixx1 90 സ്ക്വയർ എന്നാണ് വരുന്നത്. ഇവിടെ 160 പ്ലസ് 20 180 190 മൈനസ് 100 90 സ്ക്വയർ സെയിം. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് വരുന്നത്. ഇക്വേഷൻ വൈസ് സെയിം അല്ല, വാല്യൂ സെയിം അല്ല. അത് എപ്പോഴും അങ്ങനെ എഴുതാൻ പറ്റില്ല കേട്ടോ. അത് ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ
20 ആണ് തിക്നെസ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും എടുത്ത് 30 or 40 ആക്കി കഴിഞ്ഞാൽ അത് വരില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതായിട്ട് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാൽക്കുലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആക്സിസ് എടുത്തു പറയും കേട്ടോ. അതായത് എക്സ് എക്സും വൈ വൈയും ഇതിനകത്ത് ഏത് വേണോ മിനിമം ആവാം. പക്ഷേ അത് കണ്ടുപിടിക്കാൻ tedious ആണ് എന്നുള്ള, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്, അങ്ങനെയുള്ള ഒരു ഷേപ്പ് ആണ് തരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ എടുത്തു പറയും എക്സ് ആക്സിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിനാണെങ്കിൽ നിങ്ങൾ എക്സസ് ബേസ് ചെയ്തിട്ടുള്ള സെൻട്രോയിഡും എക്സസ് ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ മാത്രം കണ്ടുപിടിച്ചാൽ മതി. വൈ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകണ്ട. അർജുൻ ജെഎസ് കോഴ്സ് നിർത്തിയായിരുന്നോ? കോഴ്സ് വല്ലതും നിർത്തിയായിരുന്നോ അർജുൻ ജെഎസ്? കൺഫേം ആണോ? അസൈൻമെന്റ് രണ്ടും ഇത് വച്ചിട്ടില്ല, മെസ്സേജ് റിപ്ലൈ ചെയ്തിട്ടില്ല. IXX ഫൈനൽ IXX പറയാമോ? 7.86 into 10⁻⁷ mm/4. IYY പറയാമോ ഫൈനൽ? റെക്ടാംഗിൾ 10⁻⁶. കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ സെയിം വാല്യൂ. അതെനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലത്തെ എററിനെ വേറെ പുതിയ എറർ ബാലൻസ് ചെയ്ത് പോകുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും വരുന്നത്. ഈ സിമെട്രി ഉള്ള ഫിഗേഴ്സ് വരുമ്പോൾ ഒരു കുഴപ്പമാണ്. സിമെട്രിയിൽ നമ്മൾ എന്തെങ്കിലും പുതിയ മെത്തേഡ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ വേറൊരു മിസ്റ്റേക്കിനെ കവറപ്പ് ചെയ്യുന്നു. ആ രീതിയിൽ സിമെട്രിയിൽ സംഭവിക്കാം. അതുകൊണ്ടായിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്നത് ശരിയായിരിക്കാം. നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. IYY IYY ഇച്ചിരി കോംപ്ലക്സ് ആട്ടോ. ഇച്ചിരി എല്ലാത്തിനെയും വൈ വാല്യൂസ് മാറും. കുഴപ്പമില്ല. ബെൻഡിങ്ങിന്റെ പ്രോബ്ലം എങ്ങനെയാണോ അതുപോലെ മൊഡ്യൂൾ 4 പുതിയൊരു ഇക്വേഷൻ, സെയിം കോൺസെപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. പിന്നെ അടുത്ത് കുറച്ച് സംഭവം ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞ TMD എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പോലെ. അതുപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡയഗ്രാം എന്നൊരു സാധനമുണ്ട്. അതും പഠിക്കാനില്ല. അത് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, KTUവിനൊന്നും പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. കിട്ടി? വൈവയാണോ പറയുന്നത്? ചെയ്യുമോ?
I by 1 2 ഇല്ല, അത് വെട്ടിയത്. ആ സെയിം അല്ലേ, കാരണം അവിടെ ഇക്വേഷൻ സെയിം അല്ലേ വരിക. 20 ഇൻറ്റു 100 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 20 ഇൻറ്റു 100 ഇൻറ്റു 110 മൈനസ് 50 ദ ഹോൾ സ്ക്വയർ. ഐ വൈ വൈ ആണോ പറയുന്നത്? മറ്റേ കാര്യം കിട്ടിയായിരുന്നു, അത് തന്നെയാണ്. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഐ വൈ ബൈ 1, ഐ വൈ ബൈ 2, വൈ ബൈ 3. y by 3 is equal to y by 1. y by 4 is equal to y by 6. നിങ്ങൾക്ക് ബ്രേക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തീരെ ബുദ്ധിമുട്ടില്ല. ഞാണെങ്കിൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കും. പറഞ്ഞു, എന്തോ പറഞ്ഞല്ലോ, എന്തോ പറഞ്ഞപ്പോ മുകുന്ദൻ ഇവിടെ ടൈമൊക്കെ നോക്കി. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാം. അതായത് നമുക്ക് പ്രോബ്ലം ഇല്ല, നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. ഇനി കുറച്ച് തിയറി ഇവിടെ ഉള്ളു. ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് തിയറി, പിന്നെ റാങ്കൈൻസ് തിയറി, അതിന്റെ കുറച്ച് പാർട്ട് എ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ.
ഇവിടെ ഇരിക്കുന്നത് ആരെങ്കിലും അണ്ടർ സെഷനിലുണ്ടോ മോസ്? ഈ അണ്ടർ സെഷനിൽ 1 മാർക്ക് ആണെങ്കിലും 50 വേണ്ടി അങ്ങ് പഠിച്ചേക്കണം. അണ്ടർ സെഷനിലുള്ളവരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് 35 സെഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ 40 മാർക്ക് മതിയല്ലോ. 34 നിങ്ങളുടെ സെഷനിലെങ്കിൽ പാസ്സാവാൻ 41 വേണം. ഓക്കെ, അപ്പോ 35 താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സേഫർ സൈഡിന് 50 എന്ന മാർക്ക് ടാർഗറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. മിനിമം 100 തിയറിയിൽ 150. എങ്ങനെ? അങ്ങനെ എഴുതി വെക്കാറുണ്ട്. KTU പേപ്പറിലൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ടീച്ചർ. ചിലര് അത് പ്രൊവോക്ഡ് ആവും ഭയങ്കര. ഞാൻ ചിരിക്കും, അത്രേ ഉള്ളൂ. പ്രൊവോക്ഡ് ആവും. സീനിയർ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രൊവോക്ഡ് ആവും. പൈസ കൊട്ടിച്ചു വെക്കാറുണ്ട് NIT-ലൊക്കെ, ആൻസർ ഷീറ്റില്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രൊവോക്ഡ് ആയ ടീച്ചേഴ്സിന് വേണമെങ്കിൽ അതുവരെ വാല്യൂ ചെയ്യുമ്പോൾ ലിബറൽ വാല്യുവേഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ തിരിച്ചു പോയിട്ട് അവിടെ ഇവിടെ കുറച്ച് മാർക്ക് പോകാം. അതൊക്കെ എല്ലാം ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ്. ഞാൻ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത് മൊത്തത്തില്ല എന്ന് പറഞ്ഞാൽ, അത് എങ്ങനെ, ഞാനിപ്പോ നിങ്ങളൊരു തിയറി ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ വായിക്കല്ല. ഞാൻ ആദ്യം മൊത്തത്തിൽ ആൻസറിന് നോക്കിയിട്ട് കീവേഡ്സ് തപ്പും ഞാൻ ആദ്യം. ഓക്കെ, കീവേഡ്സ് നിങ്ങൾ കറക്റ്റായിട്ട് അത് കേട്ടോട്ടെ, അവരും കേൾക്കാൻ. കീവേഡ്സ് ഞാൻ തപ്പും. കീവേഡ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന കീവേഡ്സ് എല്ലാം അവിടെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്കിനുള്ള ഒരു സാധ്യത ഞാൻ ഓപ്പൺ ആക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ കീവേഡ്സ് തപ്പി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞാൻ പോയിന്റ്സ് ആയിട്ട് വായിച്ചു ആ കീവേഡ്സിനെ കണക്ട് ചെയ്ത് നിങ്ങൾ എഴുതുന്ന പോയിന്റ്സ്. ഇപ്പൊ അസംഷൻസ് ഇൻ സിമ്പിൾ ബെൻഡിങ് തിയറി നിങ്ങൾ എഴുതുവാണെങ്കിൽ ആദ്യം നിങ്ങൾ ഹോമോജീനിയസ് ഐസോട്രോപിക് plane of the section remains plane before and after bending, Hooke's law is valid, proportionality limit, ഇങ്ങനത്തെ ടേംസ് ഒക്കെ വരണം ആദ്യം. ഇങ്ങനത്തെ ടേംസ് ഒക്കെ വരുമ്പോ പിന്നെ ഇപ്പൊ ചില പേപ്പറിൽ ഇപ്പൊ the plane remains plane before and after bending എന്ന് എഴുതുന്നവരുണ്ട്. The plane of the section remains plane before and after bending എന്ന് എഴുതുന്നവരുണ്ട്. The transverse plane of the section remains plane before and after bending എന്ന് എഴുതുന്നുണ്ട്. മൂന്നാമത് എഴുതുന്നത് തന്നെയാണ് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുക. ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ പ്ലെയിൻ അല്ല. അതുപോലെ തന്നെ വിച്ച് ഇൻഫേഴ്സ് ടു സ്ട്രെയിൻ ലീനിയാരിറ്റി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ പിന്നെ ആഡ് ചെയ്ത് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, the plane of the section remains plane before and after bending, അത് വേണമെങ്കിൽ 14 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അതിനകത്ത് അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പറ്റും ആ പോയിന്റിൽ. ഫസ്റ്റ് അസംഷൻ ഇല്ലേ, ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ഓഫ് ദ സെക്ഷൻ റിമെയിൻസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ബെൻഡിങ്. അത് എന്തിനാണ് അസംഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അവർ മൊത്തം ഞാൻ ആ അസംഷൻ മാത്രം വെച്ചിട്ട് എടുത്തു. സ്ട്രെയിൻ ലീനിയാരിറ്റി കാണിക്കുക, സ്ട്രെയിൻ പ്രൊഫൈല്, അങ്ങനെ ചോദിക്കില്ല. ജസ്റ്റ് വേണമെങ്കിൽ പാർട്ട് എയിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റിഫൈ ദ പ്ലെയിൻ ഓഫ് ദ സെക്ഷൻ റിമെയിൻസ് പ്ലെയിൻ. ഏത് അസംഷൻ അല്ല, ക്വസ്റ്റിനെ തന്നെ അസംഷൻ തന്നിരിക്കും. ദ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ഓഫ് ദ സെക്ഷൻ റിമെയിൻസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ചോദിക്കാം വേണമെങ്കിൽ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്തുകൊണ്ട് അങ്ങനെ ഒരു അസംഷൻ എടുത്തു. എവിടെ നിങ്ങളുടെ ക്യാറ്റല്ല ഞാൻ കേട്ടോ, ഇവിടെ ഞാൻ കിട്ടില്ല. കേറ്റു വിട്ടിട്ടുണ്ട്, അറിഞ്ഞൂടാ. ഞാൻ മെക്കാനിക്സ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, SI ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഞാൻ എന്റെ സബ്ജക്ട് ഞാൻ ഫോളോ ചെയ്ത് ട്രേഡ് സീക്രട്സ് ആണ് പറയാൻ പാടില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാല്
നിങ്ങളുടെ ഫസ്റ്റ് ഇന്റേണൽ എക്സാം ഞാൻ സമയം കിട്ടാത്ത രീതിയിൽ എഴുതുള്ളൂ, പർപ്പസ്ഫുള്ളി എഴുതുള്ളൂ. ഞാൻ നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ എക്സാമിനെ എഴുതി തീർക്കാൻ കിട്ടാൻ പാടില്ല. ആ രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇടുക. അത് മേ ബി കിട്ടും, നിങ്ങൾക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടുമായിരിക്കും. എല്ലാം പഠിച്ച ഒരാൾക്ക് ഫുൾ ഡീറ്റെയിലോടെ എഴുതാൻ സമയം കിട്ടില്ല. ആ ഒരു അസംഷനിലാണ് ഞാൻ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. പോർഷൻസ് വളരെ കുറവാണെങ്കിൽ ഞാൻ ലെങ്തി ക്വസ്റ്റ്യൻസ് ഇടും. എല്ലാ ഇന്റേണൽ എക്സാമും എൻ്റെ ആദ്യത്തെ ഇന്റേണൽ എക്സാം അങ്ങനെയായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഒരു വേക്കപ്പ് കോളിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് പഠിക്കണം എന്നുള്ളവർ ഇങ്ങനെ പഠിച്ചാൽ പോരാ, പഠിക്കാത്തവർ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ചിന്ത. അതിനുവേണ്ടിയാണ്. സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് ഞാൻ വാല്യുവേഷൻ ഈസിയാണ്, വാരിക്കോരിയ മാർക്ക് കൊടുക്കും. കാരണം സെക്കൻഡ് ഇന്റേണൽ എക്സാം എന്ന് പറയുന്നത് അവരുടെ ഇന്റേണൽ എക്സാം മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുക്കും. നിങ്ങൾക്ക് മാർക്ക് ഞാൻ എത്തവണ വാരിക്കോ ഫസ്റ്റില് നോക്കും. പക്ഷെ എന്നാലും സെക്കൻഡ് ഹോപ്പ് ചെയ്ത് വെക്കുന്ന കുറെ പേർ ഉണ്ടാവുമല്ലോ. ഫസ്റ്റില് അബദ്ധം പറ്റിപ്പോയവർ, പഠിക്കാത്തവർ, ഒരു കറക്ഷൻ മെഷർ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവർ. സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് ഞാൻ എക്സാമിന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂട്ടില്ല, എഴുതി തീർക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്കും അത്യാവശ്യം ലിബറലായിട്ട് കൊടുക്കും ഫസ്റ്റ് ഇന്റേണലുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ സാധാരണ രണ്ട് ഇന്റേണൽ ഈ പോളിസിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എൻ സെമസ്റ്റർ എക്സാം ഒക്കെ ഡിപ്പെൻസ്, അത് ആരുടെ പേപ്പറാണ് കിട്ടുന്നതെന്നോ അറിയാൻ പറ്റില്ല. ഒരേ പാറ്റേണുള്ള വാല്യൂ. ഓക്കെ, ഈ വൈദ്യ വാല്യൂ പറ. ഇത് റെക്കോർഡിംഗ് കേൾക്കുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആണ്. കിട്ടിയില്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. വൈ എത്ര? 16 പോയിന്റ് 3 പോയിന്റ്. വേറെ അവിടെ ആ സൈഡിൽ നിന്നുണ്ടോ വാല്യൂ? 3 പോയിന്റ് 10⁻⁷. ഇവിടെ ബാക്കില് അത് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടുപേരും ഈ വാല്യൂ പറഞ്ഞോണ്ട് ഞാൻ ഇതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്. ഇപ്പൊ 3.82 വെച്ചിട്ട് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാം. അതാണ് ലോവർ വാല്യൂ. 5² × 200 × 10⁻³ 200 GB എന്നല്ലേ തന്നിരിക്കുന്നത്. ഈ 3.82 × 10⁻7 ഡിവൈഡഡ് ബൈ ഫിക്സഡ് കണ്ടീഷൻ അല്ലേ, 0.5 × 3000² അല്ലോ, 4000. കിലോ ന്യൂട്ടണിൽ പറയണേ ക്രിപ്ലിംഗ് ലോഡ് കിലോ ന്യൂട്ടൺ. കിലോ ന്യൂട്ടൺ ന്യൂട്ടണോ?
എനിക്ക് ഒരു ഞാൻ ചെയ്തു നോക്കട്ടെ. $18850 kilonewton. 18850 kilonewton. അത്യാവശ്യം നല്ല ലോഡാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യുവാണ്. ന്യൂമറിക്കൽസ്. അപ്പൊ നമ്മുടെ കോളത്തിന്റെ ന്യൂമറിക്കൽസ് കഴിഞ്ഞു. നമുക്ക് ഇനി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു പോർഷൻ, അവിടെ കുറച്ച് ഡെറിവേഷൻ, അതും കൂടി തീർത്തിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനകത്ത് നമുക്ക് അതും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ടോർഷൻ തിയറി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.